അസ്സലാമു അലൈക്കും. ഈ കഴിഞ്ഞ ദിവസമാണ് മലപ്പുറം തിരൂർ പടിഞ്ഞാറക്കരയിൽ കാണാതായ ദമ്പതികൾ ഫൗസിയുടെ മൃതദേഹം കടലിനടിയിൽ അതുപോലെ തന്നെ നങ്കൂരത്തിൽ കെട്ടിത്താഴ്ത്തിയ നിലയിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തിയിരുന്നു. അതിനുശേഷം ഇൻക്വസ്റ്റ് പരിപാടികളെല്ലാം പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ഫൗസിയുടേതാണ് എന്ന് തിരിച്ചറിഞ്ഞിരുന്നു. അതിനുശേഷം ഭർത്താവായ ഹുസൈൻ എന്ന് പറയുന്ന മനുഷ്യന് വേണ്ടിയിട്ട് തിരച്ചിൽ നടത്തിയിരുന്നു പോലീസ്. അവസാനം തിരൂർ ബസ് സ്റ്റോപ്പിൽ വെച്ച് ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെ ബസ് തടഞ്ഞു നിർത്തി പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇനി ആരെങ്കിലും ആ ദൃശ്യങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് അദ്ദേഹത്തെ ആ ബസ്സിൽ വെച്ച് പിടികൂടുന്ന ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. ഇതെന്ത് വിചാരിച്ച് ഒരാളെ കൊന്നിട്ട് പോകുന്നല്ലേ പോലെ സാറേ? ഒരു രണ്ടടി ഞങ്ങൾ അടിച്ചോട്ടെ, ഒരു രണ്ടടി ഞങ്ങൾ അടിച്ചോട്ടെ. സാറേ ഒരു രണ്ടടി എല്ലാം, ഒരു രണ്ടടി ഞങ്ങൾ അടിച്ചോട്ടെ. അല്ലേ സാറേ, അവര് ഇതിങ്ങനെ കൊന്നിട്ട് അവൻ അങ്ങോട്ട് പോകുന്ന വിചാരിച്ചേ സാറേ? ഒരടിക്ക് ഒരടി സാറേ, ഒരടി ഒരടി സാറേ, ഒരടി സാറേ. കൊന്നിട്ട് എങ്ങനെ കൊണ്ടുപോയി, എല്ലാം എങ്ങോട്ട് കൊണ്ടുപോയി സാറേ? ആ കുട്ടികളെ നിങ്ങൾ കണ്ടു കാണും എത്ര കൂളായിട്ടാണ് അദ്ദേഹം യാതൊരു കുറ്റബോധവും ഇല്ലാതെ ആ ബസ്സിൽ ഇരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. യാത്രക്കാരൊക്കെ പറയുന്നുണ്ട്, അങ്ങനെ കൊല ചെയ്തിട്ട് നിനക്ക് അങ്ങനെ കൂളായിട്ട് രക്ഷപ്പെടാമെന്ന് നീ കരുതിയോ? ഒന്ന് ഇങ്ങോട്ട് സാറേ, ഞങ്ങളൊന്ന് കൈവെക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പോലീസിന്റെ ഫലപ്രദമായ ഇടപെടൽ കൊണ്ട് പെട്ടെന്ന് തന്നെ പ്രതിയായ ഹുസൈനെയും കൊണ്ട് പോലീസ് ഓടി രക്ഷപ്പെട്ട് കാറിൽ കയറ്റി കൊണ്ടുപോകുന്നതാണ്, അല്ലെങ്കിൽ ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ഈ മനുഷ്യൻ വല്ലാത്ത ഒരു മനുഷ്യനാണ്. കാരണം ഇദ്ദേഹം ഒരു കടും മദ്യപാനിയാണ് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അദ്ദേഹം നന്നായിട്ട് പണിക്ക് പോകും, നന്നായിട്ട് പൈസ ഉണ്ടാക്കും. ആ പൈസകളൊന്നും തന്നെ കുടുംബത്തിന് ഉപകരിക്കാറില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അതൊക്കെ അദ്ദേഹം മദ്യം കഴിച്ചും അല്ലാതെയും ചൂതാടിയും എല്ലാം തീർക്കുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നു ഹുസൈൻ എന്ന് പറയുന്ന മനുഷ്യൻ. കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ അവിടെ പ്രശ്നങ്ങളെല്ലാം തന്നെ വീട്ടിൽ ഉണ്ടായിരുന്നു. അയൽവാസികളെല്ലാം തന്നെ ഈ പ്രശ്നങ്ങൾ കേൾക്കുകയും ചെയ്തിരുന്നു. അത് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഈ ഫൗസിയ എന്ന് പറയുന്ന സഹോദരി കല്യാണം കഴിച്ചതിന് ശേഷം ഇദ്ദേഹത്തിനെ വിശ്വസിച്ച് ജീവിക്കാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. കാരണം ഇദ്ദേഹം കാര്യമായിട്ട് വീട്ടിലേക്ക് ചിലവിനൊന്നും കൊടുത്തിരുന്നില്ല. അങ്ങനെ ആ സഹോദരി അയൽവാസികളായ വലിയ വീടുകളിൽ പോയിട്ട് വീട്ടുവേല ചെയ്തിട്ടാണ് ഈ കുട്ടികളെ വളർത്തിക്കൊണ്ടുവന്നത്. 2 മക്കളാണ് ഈ ഫൗസിയക്കുള്ളത്. ഒന്ന് 25 വയസ്സുള്ള ഒരു മകനും അതുപോലെ തന്നെ ഇപ്പോൾ 15 വയസ്സുള്ള ഒരു മകളും ഈ സഹോദരിക്കുണ്ട്. എന്നാൽ ഇപ്പോൾ മകൻ വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഒരു ഐസ് ഫാക്ടറിയിലാണ് ജോലി ചെയ്യുന്നത്. അതുപോലെ മകൾ പഠിച്ചുകൊണ്ടിരിക്കുകയുമാണ്. എന്നാലും ആ ജോലിക്ക് നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് തന്നെയാണ് ആ കുടുംബം ഇതുവരെ മുന്നോട്ട് പോയിരുന്നത്. എന്നാൽ ഈ വീട്ടു ജോലിക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് ചില സംശയങ്ങളെല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് പോകേണ്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് ചില സ്ഥലങ്ങളിലൊക്കെ ഈ ഫൗസിയ വീണ്ടും പോയിട്ട് വീട്ടു ജോലിക്ക് പോകാറുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്. അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച രാവിലെയും ഇത്തരത്തിൽപ്പെട്ട പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം വ്യാഴാഴ്ച രാത്രി ഇദ്ദേഹം ഈ പക മനസ്സിൽ കാത്തു സൂക്ഷിച്ച ശേഷം, കടുത്ത മദ്യപാനിയാണ്, ഇതിൻ്റെ മുന്നേ തന്നെ ഞാൻ പറഞ്ഞു, മദ്യങ്ങളെല്ലാം കഴിച്ച് ആറാടി അദ്ദേഹം വീണ്ടും ഏകദേശം രാത്രി 2 മണിയോടുകൂടി വീട്ടിലെത്തിയ ശേഷം ഫൗസിയെ വിളിച്ചുണർത്തുന്നു. അപ്പോൾ കുട്ടികൾ അറിയുന്നുണ്ട്. പക്ഷേ അതിനുശേഷം പറയുന്നുണ്ട്, ഈയുടെ ചാകരയുണ്ട്, ഒന്നായിട്ട് മത്സ്യങ്ങൾ വന്ന് അടിഞ്ഞിട്ടുണ്ട്, അതെടുക്കാൻ വേണ്ടിയിട്ട് നീ എന്നെ സഹായിക്കണം, നീ എൻ്റെ കൂടെ വരണമെന്ന് പറയുമ്പോൾ ഒരു ഭാര്യ ഭർത്താവിനെ സഹായിക്കാമെന്നുള്ള ഒരു മനസ്സാലെ അവിടെ നിന്നിട്ട് ആ ഉറക്കത്തിൽ നിന്ന് തട്ടി ഉണർത്തി ഈ ഫൗസിയെ വിളിച്ചിട്ട് കടപ്പുറത്തേക്ക് പോവുകയാണ് ഈ വൃത്തികെട്ട മനുഷ്യൻ. അങ്ങനെയാണ് പോകുന്ന സമയത്ത് ആരുമില്ലാത്ത സ്ഥലത്തെത്തിയ ശേഷം കഴുത്തിലുള്ള ഷാൾ ഉപയോഗിച്ചിട്ട് കുരുക്കിയിട്ടാണ് ഈ ഫൗസിയെ കൊലപ്പെടുത്തുന്നതിന് ശേഷമാണ് അവിടെ നിന്ന് കിട്ടിയ ഒരു ചാക്കിൽ മടക്കി കെട്ടിയ, അതിനുശേഷം നങ്കൂരത്തിൽ കുത്തി വെള്ളത്തിലേക്ക് താഴ്ത്തുകയായിരുന്നു ഹുസൈൻ എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്ത്. മൃഗീയമായിട്ടാണ് ആ സഹോദരിയെ കൊലപ്പെടുത്തി കഴിഞ്ഞത്. അതിനുശേഷം അവിടെ നിന്ന് കണ്ണൂരേക്ക് രക്ഷപ്പെട്ടിരുന്നു ട്രെയിൻ കയറിയിട്ട്. അവിടെ നിന്ന് വീണ്ടും പ്രശ്നങ്ങളുണ്ടോ ഇല്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടി വീണ്ടും തിരൂർ വന്നു. അവിടെ നിന്നിട്ട് ബസ്സിൽ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്താണ് ഈ ബോഡി കിട്ടിയെന്നും പ്രശ്നമാണ് എന്നെല്ലാം അദ്ദേഹം മനസ്സിലാക്കുന്നു. അവിടെ നിന്ന് വീണ്ടും മുങ്ങാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമത്തിനിടയിലാണ് ബസ്സിൽ സഞ്ചരിക്കുന്ന സമയത്ത് ആൾക്കാർ ഇദ്ദേഹത്തെ മനസ്സിലാക്കുന്നതും അതുപോലെ തന്നെ പോലീസിനെ വിവരങ്ങൾ അറിയിക്കുന്നതും പോലീസ് തൽക്ഷണം തന്നെ അവിടെ എത്തി അദ്ദേഹത്തെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. മനുഷ്യ മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പലപ്പോഴായിട്ട് ഇത്തരത്തിൽപ്പെട്ട ഈ ലഹരിക്കൊക്കെ അടിമയായ ആൾക്കാർ ഒരുപാട് ജീവനുകൾ ഇങ്ങനെ എടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽപ്പെട്ട ഒരു സംഭവം തന്നെയാണ് ഇതും. 2 മക്കളെ ഉമ്മയില്ലാത്ത ഒരു രീതിയിലേക്ക് ആക്കാൻ ഈ വൃത്തികെട്ട ഹുസൈൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ പ്രക്രിയ കൊണ്ട് സാധിച്ചു. ഈ സഹോദരി കല്യാണം കഴിച്ചു വന്നത് മുതൽ തന്നെ ഒരുപാട് ദുരിതങ്ങളും അതുപോലെ തന്നെ ആക്ഷേപങ്ങളും കേട്ടിട്ടും അടി കൊണ്ടിട്ടും എല്ലാം ഈ 2 മക്കൾക്ക് വേണ്ടി സഹിച്ചാണ് അവിടെ ജീവിച്ചു വരുന്നത് എന്ന് തന്നെയാണ് അയൽവാസികളിൽ നിന്നൊക്കെ ഇപ്പോൾ അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും
ഹുസൈനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ബാക്കിയുള്ള നടപടികളെല്ലാം പൂർത്തിയാക്കിയ ശേഷം ഇപ്പോൾ ഏതായാലും കോടതിയിൽ ഹാജരാക്കിയ ശേഷം വീണ്ടും തെളിവെടുപ്പിലൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും. ഏതായാലും ഇദ്ദേഹത്തിന് അർഹിക്കുന്ന ശിക്ഷ തീർച്ചയായിട്ടും നിയമത്തിൻ്റെ കണ്ണിൽ കിട്ടുക തന്നെ വേണം. കാരണം യാതൊരു ദയയും ഇദ്ദേഹമൊന്നും അർഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അത്രയും വലിയ 2 മക്കൾ ഉണ്ടായിട്ട് പോലും നിങ്ങൾ നോക്കണം, 10-25 വയസ്സുള്ള മകൻ ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തെ ഒന്നും പേടിയില്ലാത്ത ഒരു വാപ്പയാണ് ഹുസൈൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ശരീരപ്രകൃതി കണ്ടാൽ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. ഞാൻ പറഞ്ഞതുപോലെ വ്യാപകമായ രീതിയിൽ ലഹരി ഉപയോഗിച്ചിട്ട് അങ്ങനെ നടക്കുന്ന ഒരു മനുഷ്യനാണ്. ആ നാട്ടിലെല്ലാം തന്നെ എല്ലാവർക്കും അത് അറിയാവുന്ന ഒരു കാര്യവുമാണ്. എന്നാൽ ഈ സൽസ്വഭാവിയായ അല്ലെങ്കിൽ കൂടുതൽ ആത്മാർത്ഥത കുടുംബത്തോടുള്ള ഒരു വ്യക്തിയാണ് ഈ ഫൗസിയ. അവരോടുള്ള ഒരു സ്നേഹമാണ് ആ നാട്ടുകാർക്ക് മുഴുവൻ ഈ കുടുംബത്തോടുള്ളത് എന്ന് നിങ്ങൾ ആലോചിക്കണം. എന്നിട്ട് പോലും ആ മനുഷ്യത്വരഹിതമായ പ്രക്രിയ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ എന്തോ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, മനസ്സിലെ ഒരു പക അദ്ദേഹം കാത്തു സൂക്ഷിക്കുകയും അത് കെടാതെ അന്ന് രാത്രിയത്തോളം കാത്തു സൂക്ഷിച്ച ശേഷം മദ്യം കഴിച്ചതിന് ശേഷം വീണ്ടും അത് ആളിക്കത്തി അങ്ങനെയാണ് അവിടെ വന്നിട്ട് ഫൗസിയെ കൂട്ടിക്കൊണ്ടുപോയിട്ട് കൊല ചെയ്യുന്നത്. ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് ചോദ്യം ചെയ്യലിൽ ഇദ്ദേഹം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞതുപോലെ വീട്ടുജോലിക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ ഞങ്ങൾ രാവിലെ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് അവസാനം കൊലയിൽ കലാശിച്ചത് എന്ന് തന്നെയാണ് പോലീസിന് അദ്ദേഹം കൊടുത്ത മൊഴി. ഏതായാലും ഞാൻ പറഞ്ഞ പോലെ മലപ്പുറം തിരൂർ നിവാസികളെ ഒന്നടങ്കം വലിയ ഒരു സങ്കടത്തിലാഴ്ത്തിയ ഒരു കാര്യം തന്നെയായിരുന്നു ഇത്. കേരളക്കാർ ഇന്നുവരെ കണ്ടിട്ടുള്ള പല കൊലപാതകങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു കൊലപാതക രീതിയായിരുന്നു ഹുസൈൻ തിരഞ്ഞെടുത്തത്. ഏതായാലും ഇദ്ദേഹത്തെ നിയമത്തിൻ്റെ മുന്നിൽ തീർച്ചയായിട്ടും ഹാജരാക്കിയിട്ട് വധശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തിരൂർ പോലീസിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. തീർച്ചയായിട്ടും വീഡിയോ ഒക്കെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കാണുക. അത്തരത്തിൽപ്പെട്ട സംഭവങ്ങളൊന്നും നമ്മുടെ സമൂഹത്തിൽ ഒരിക്കലും അനുവദിച്ച് കൊടുക്കാൻ പാടില്ലാത്ത ഒരു കാര്യം തന്നെയാണ്. ഏതായാലും മാക്സിമം ശിക്ഷ അദ്ദേഹത്തിന് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.